സംഭവം എന്താണെന്ന് വരുന്നത് ഇപ്പോൾ നല്ല വെറൈറ്റി പടം സാധാരണ ഗൗതം മേനോൻ പോലെയല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കോമഡി ബേസ്ഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനി എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് വിശ്വാസത്തോടെ വന്നതാണ് നല്ല പടം. ഒരു പരീക്ഷണ ചിത്രമാണിത്. നമ്മളൊരു സാധാരണ പടം കാണുന്ന പോലത്തെ ഒരു സംഭവമല്ല. അവസാനം വരെ കാണണം, എങ്കിൽ മാത്രമേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. അതാണ് പടത്തിൻ്റെ ഗുണങ്ങളുമുണ്ട്, എല്ലാം ഗുണങ്ങളാണ്. ഇതൊരു പരീക്ഷണ ചിത്രമാണ്. മമ്മൂട്ടി കമ്പനി ആകുമ്പം വെറൈറ്റി തന്നെയാണ് പടം പോയിരിക്കുന്നത്. പടം നല്ല പടമാണ്, വെറൈറ്റിയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അവസാനം വരെ കണ്ടു നിൽക്കണം, എങ്കിൽ നമുക്ക് കഥ മനസ്സിലാവും. ഗോകുൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയെക്കുറിച്ച് നമുക്ക് ഇനി പറയേണ്ട കാര്യമില്ല. നമുക്ക് തേച്ച് മിനുക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സോ അതിൻ്റെ കഥയും ഗൗതം വാസുദേവനാണ്. മലയാളത്തിൽ ഫസ്റ്റ് പടമാണ്, കുഴപ്പമില്ല, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ടുണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ഒക്കെ. പിന്നെ നല്ല സിനിമ നന്നായിട്ടുണ്ട്. അല്ല ഒരു ക്ലാസ് കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഇടയിൽ കൂടെ തന്നെ ക്ലാസ്സായിട്ട് കോമഡി പോകണം. നല്ല ഒരു ബോറടിപ്പിക്കാത്ത നല്ലൊരു സിനിമയാണ്. നല്ല കോമ്പിനേഷൻ. പണ്ട് നമുക്ക് അത് ഓർമ്മ CBI ഡയറി ഗ്രൂപ്പിൽ സുരേഷ് ഗോപി ബാക്ക് ചെയ്ത് നടന്ന പോലെ മകൻ നടക്കുന്ന രസമുണ്ട്. നല്ല പടം, ഫുൾ ഇതിലാണ്. ഒരു ബോറടിക്കാതെ നല്ല രീതിയിൽ കണ്ടുപോകാം. ഒരു ക്ലാസ് ത്രില്ലർ. നല്ല പടം, കുഴപ്പമൊന്നുമില്ല. കാര്യം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് മമ്മൂക്കയുടെ. അതൊരു ചെറിയൊരു ഫ്ലോയിൽ പോകുന്നതേ ഉള്ളൂ, അല്ലാതെ വലിയ ഒരു ഭയങ്കര അടുത്തെന്നുള്ളതൊന്നുമല്ല. ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ്. മമ്മൂക്കയുടെ അതാണ് അതിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ്. മമ്മൂക്കയുടെ അത് തന്നെയാണ് ഏറ്റവും കൊള്ളാം. നല്ല ആക്ടിംഗ് ആണ്, സൂപ്പറാണ്. മമ്മൂക്ക സൂപ്പറാണ്, അടിപൊളിയാണ്. കുഴപ്പമില്ല, വെറുതെ കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. മമ്മൂക്ക കൊള്ളാം, ആവറേജ്. നല്ല മേക്കിങ്, സസ്പെൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, നല്ല മൂവിയാണ്. മമ്മൂട്ടി നല്ല തകർത്തിട്ടുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് ക്യാരക്ടർ കൊള്ളാം, നല്ല അടിപൊളി സിനിമ. അടിപൊളിയാണ്. ക്ലൈമാക്സ് ഒക്കെ വയസ്സായി ആക്ഷനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ അല്ലെങ്കിൽ കുറച്ച് കുഴപ്പമില്ല. പിന്നെ കോമഡി ഒന്നും നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്താൽ മതിയല്ലോ. പക്ഷേ പടം നല്ല സ്ക്രിപ്റ്റാണ്. അത്യാവശ്യം നമുക്കൊന്ന് ഗസ് ചെയ്യാം, പക്ഷേ എങ്കിലും അത്യാവശ്യം പിടിച്ചിരിക്കും. ത്രില്ലറാണ്. കോമഡിയും മറ്റേ ത്രില്ലറൊക്കെ കേസിൻ്റെ ഇതൊക്കെ നല്ലോണം കറക്റ്റായിട്ട് ബ്ലെൻഡായിട്ടുണ്ട്. കൊള്ളാം. മമ്മൂക്ക എപ്പോഴത്തും പോലെ കിട്ടില്ല. റേഞ്ച് ഒന്നും പടത്തിന് വന്നിട്ടില്ല. മലയാളത്തിലായതുകൊണ്ടാവാം നമ്മൾ ഒരുപാട് കണ്ട് മറന്നുകൊണ്ട് വലിയ ഇതാവില്ല. തമിഴിലായിരുന്നെങ്കിൽ ഒരു തമിഴ് പടം എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് പോയെങ്കിൽ. മേക്കിംഗ് ഒക്കെ ഓക്കെയാണ്, ഒരു രക്ഷയില്ല. മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ വേറെ ലെവലാണ്. പടം വൈസ് നോക്കുമ്പോഴത്തേക്ക് ഒരു ആവറേജ് ഫീൽ മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ട് മറന്ന സ്ഥിരം പോട്ടായതുകൊണ്ടാവും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. സിനിമ വന്ന് കാണൂ, നന്നായിട്ട് നല്ല സിനിമ, എല്ലാവരും വന്ന് കാണണം. ഒത്തിരി എൻഗേജിങ് ആയിട്ടുള്ളൊരു മൂവി. മമ്മൂക്ക അടിപൊളി, എല്ലാവരും നല്ല രസമുണ്ട്. എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണുക. കുഴപ്പമില്ല, വലിയ അത്ര പറയാൻ മാത്രം പടമായിട്ട് തോന്നിയില്ല. ഇക്കയുടെ റോൾ നന്നായിട്ടുണ്ട്. മമ്മൂട്ടി അടിപൊളിയായിട്ട് തോന്നി. പടം വലിയ സുഖം തോന്നിയില്ല. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫിലിമായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു ക്വാളിറ്റി എന്തായാലും പടത്തിലുണ്ട്. നമ്മൾ പിന്നെ ഗൗതം വാസുദേവ മേനോൻ്റെ ഡയറക്ഷൻ എല്ലാം അടിപൊളിയായിരുന്നു. ഓവറോൾ നോക്കുമ്പോൾ പടം കൊള്ളാം. പിന്നെ ഒരുപാട് ഭയങ്കര പ്രതീക്ഷയോടെ വന്ന് കാണാണ്ട് നോർമലായിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. നമ്മൾ വലിയ ഹൈപ്പോടെയൊന്നും അല്ല വന്നത്, നമ്മൾ ജസ്റ്റ് പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കണ്ടന്റായിട്ടാണ് തോന്നി. എൻ്റെ ഒരു ഒപ്പീനിയനിൽ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് സിനിമ. പിന്നെ മമ്മൂക്ക ഒരു ഡിറ്റക്റ്റീവ് വേഷത്തിലാണ് വന്നേക്കുന്നത്. ആ ഒരു ഇതിൽ മമ്മൂക്ക പിന്നെ പറയണ്ടല്ലോ, എല്ലാ റോളും അടിപൊളിയാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോഴാണ് പടത്തിൽ കുറച്ച് ഇന്നാവുന്നത് നമ്മൾ. അതുവരെയ്ക്കും ഓക്കെ, ചെറിയ കോമഡി സീൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. മമ്മൂക്ക തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. മമ്മൂട്ടി കമ്പനി വെറുതെ ഒരു സിനിമ അങ്ങനെ ചിന്തിക്കാതെ ചെയ്യില്ല. മലയാളികൾക്ക് ഒരുപാട് സിനിമകൾ സംഭാവന ചെയ്ത ഒരു കമ്പനിയാണ് മമ്മൂക്ക. അതുപോലെ തന്നെ ഹീറോയിൻ, ചെറിയ റോളാണെങ്കിലും സിദ്ദീഖ, ഗോകുൽ സുരേഷ്, ഇവരൊക്കെ വളരെ മനോഹരമായി തന്നെ. പിന്നെ നമ്മുടെ മലയാളികൾക്കൊരു ആകാംക്ഷയുണ്ടല്ലോ, ഗൗതം മേനോനും അതുപോലെ തന്നെ മമ്മൂക്കയും തമ്മിൽ ഒന്നിക്കുമ്പോൾ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും കാണുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും മലയാളി ചിന്തിക്കാത്ത, ഒരു പ്രേക്ഷകൻ ചിന്തിക്കാത്ത രീതിയിലുള്ള ക്ലൈമാക്സ് തന്നെയാണ്. 2025 മമ്മൂക്കയുടെ ഈ ആദ്യ സിനിമ മലയാളികൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു മെഗാ ഹിറ്റ് തന്നെ. ഫസ്റ്റ് ഹാഫ് വളരെ രസകരമായ രീതിയിലുള്ള ഒരു ഹ്യൂമറിലൂടെയാണ്
സിനിമ പോകുന്നതെങ്കിലും സെക്കൻഡ് ഹാഫ് വേറൊരു രീതിയിലേക്ക് സിനിമ മാറിയിട്ടുണ്ട്. എന്നാൽ നല്ലൊരു മെഗാ ഹിറ്റ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അസാധ്യ സിനിമയാണ്. ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറാണ്. ഓരോ സിനിമയിലും മമ്മൂട്ടി, ഒരു പുതിയ മമ്മൂട്ടിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ സിനിമയിൽ. ഇത്രയും നാളും കാണാത്ത മമ്മൂട്ടിയെ ഈ സിനിമയിൽ കാണാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തോ. നിങ്ങൾക്ക് 2.5 മണിക്കൂർ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ കാണാം. ഇപ്പോഴത്തെ ജനറേഷനോട് പറയാനുള്ളത്, പിന്നെ പക തോന്നിയിട്ട് കാര്യമില്ല, പകരം വയ്ക്കാൻ ആളില്ല. പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും പറയാനുള്ളത്, പക തോന്നിയിട്ട് നിങ്ങൾക്ക് കാര്യമേ ഇല്ല. ഇത് മമ്മൂട്ടിയാണ്, മമ്മൂട്ടി മാത്രമാണ്. ഇനി ഈ മമ്മൂട്ടിക്ക് പകരം ഒരു മമ്മൂട്ടിയേ ഇല്ല ലോക സിനിമയിൽ. ഓക്കെ, യെസ്. പടം വലിയ ഗംഭീര പടം. കാരണം എന്ന് വെച്ചാൽ ക്ലൈമാക്സിന് ഒരു രക്ഷയില്ലാതെ നമ്മൾ വീണ്ടും വീണ്ടും എന്താവും എന്നുള്ള ഒരു ത്രില്ലിങ്ങിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഗൗതമൻ ചേട്ടൻ ഇങ്ങനെ ഒരു മലയാള സിനിമ എടുക്കുമെന്നും ഒരിക്കലും വിചാരിച്ചില്ല. അതിൻ്റെ ഇതിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. മമ്മൂക്കയുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ അതിഗംഭീരമായിട്ട് അടിപാട് ചെയ്തിട്ടുണ്ട്. ഫാമിലി പടമാണ്, ഫാമിലി ആയിട്ട് ഭീഷണ ചിത്രമുണ്ട്. കാരണം സെക്കൻഡ് ഹാഫും ട്വിസ്റ്റൊക്കെ, ക്ലൈമാക്സും ട്വിസ്റ്റൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനമാണ്. ഇത് എന്താ പറയുക, ഒരു പരീക്ഷണ ചിത്രമാണ്. മമ്മൂട്ടി കമ്പനി അറിയാമല്ലോ, എല്ലാം അങ്ങനെയുള്ള സിനിമകളാണ്. അത് അവരെടുക്കുന്ന ആ ഒരു എഫക്റ്റിന് നമുക്ക് പറഞ്ഞാലേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള സാധനമൊക്കെ ആരും പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ കാരണം അറിയില്ല, ജനം എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. പക്ഷേ ഉറപ്പായിട്ടും ഫാമിലി ഓഡിയൻസൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞ് പടം വലിയൊരു ഹിറ്റാവും. നല്ലൊരു പരീക്ഷണ ചിത്രമാണ്. മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത സൂപ്പർ ഹിറ്റ് ഇതും കൂടെ ആയിട്ടുള്ള ഇതാണ്. പടം തുടങ്ങുന്ന മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ഒരു ലാഗ് പോലെ ഫീൽ ചെയ്താലും പക്ഷേ നമ്മൾ ഒട്ടും ബോറടിക്കാതെ തന്നെ പടം കണ്ടിരിക്കാം. ക്ലൈമാക്സിൽ നല്ലൊരു ട്വിസ്റ്റും തരുന്നുണ്ട്. മമ്മൂട്ടി കമ്പനി എന്ന് പറയുമ്പോൾ തികച്ച് എന്നും വ്യത്യസ്തമായ സിനിമകളാണ് തന്നിട്ടിരിക്കുന്നത്. അതുപോലെ ഒരു വ്യത്യസ്തത അതിലും തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫുൾ ഫാമിലി എല്ലാവർക്കും കണ്ടിരിക്കാനുള്ള നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. സിനിമ എനിക്കിഷ്ടപ്പെട്ടു. ഇതിൽ എനിക്ക് തുടക്കത്തിൽ ഒരു ട്രെയിലറെല്ലാം കണ്ടിട്ട് എനിക്ക് വലിയ രീതിയിലൊന്നും ഇമ്പ്രസ്ഡ് ഒന്നും അല്ലായിരുന്നു. കാരണം ഇതെന്തായിരിക്കും ഒരു കുഞ്ഞു സ്റ്റോറിയാണോ, അല്ലെങ്കിൽ എന്തായിരിക്കും പറയാൻ പോകുന്നത്, ഒരു കോമഡിയാണോ അല്ലെങ്കിൽ വേറെ എന്താണോ, അതിൻ്റെ ഒരു നേച്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലൊരു വലിയ രീതിയിലൊരു പിടികിട്ടാത്ത രീതിയിലായിരുന്നു ട്രെയിലർ. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ, അങ്ങനത്തെ ഒരു പ്രതീക്ഷയുടെ അമിതഭാരമൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. പക്ഷേ സിനിമ തുടങ്ങി ഒരു ക്യാരക്ടർ എന്താണെന്ന് പറയുന്നു, നമുക്ക് ക്യാരക്ടർ എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അദ്ദേഹം ആരാണ്, എന്താണ് അദ്ദേഹം ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന്, ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കൂടെ അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് ഗോകുൽ സുരേഷ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ വരുന്നുണ്ട്. പിന്നെ പിന്നീടാണ് ശരിക്കും ഈ ഒരു സിനിമയുടെ ആ ഒരു മെയിൻ പ്ലോട്ടിലേക്ക് കടക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊരു സ്ലോ പേസ്ഡ് ആണെന്ന് നമുക്ക് തോന്നിപ്പോവാം. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനത്തെ ആ ഒരു മൊമെൻറ്റം അതിൽ പോയിട്ട് പിന്നെ അവസാനം ഒരു ഫാസ്റ്റ് ട്രാക്കിലേക്ക് കയറി പോകുന്ന ഒരു ഫീലാണ് എനിക്ക് സിനിമ തോന്നിയത്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ ആ ഒരു ജോണറിൽ വരുന്നൊരു സിനിമയാണ്. അപ്പം ശരിക്കും ഒരു കേസ് അന്വേഷണം അല്ലെങ്കിൽ ഒരു മിസ്റ്ററി അതെങ്ങനെ റിവീൽ ചെയ്യുന്നു, അതാണ് സിനിമയുടെ മുഴുവനും പറഞ്ഞു പോകുന്നത്. മമ്മൂട്ടി എന്നുള്ളൊരു ക്യാരക്ടർ അദ്ദേഹം വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ അദ്ദേഹം ഇതിന് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തം എന്ന് പറയുമ്പോഴത്തേക്കും അതിഭീകരമായിട്ടുള്ള നമുക്കിപ്പം പ്രമേയമോ അങ്ങനെയൊന്നുമല്ല, ഒരു സാധാരണ നമ്മളിടയിലൊക്കെ നമ്മൾ കണ്ട് പരിചിതമായ കുറേ ഇങ്ങനെ ക്യാരക്ടേഴ്സ് നമ്മളിടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിനെ ആ ഒരു റെപ്രസെൻറ്റേഷൻ പുള്ളി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി കോമഡീസ് എല്ലാം നല്ല രീതിയിൽ വർക്കായിട്ട്, കോമഡികളെന്ന് പറയുമ്പോൾ നല്ല ഈ ഒരു ഓൺലൈനർ കോമഡികളാണ്. അത് അദ്ദേഹത്തിൻ്റെയും ഗോകുൽ സുരേഷിൻ്റെയും രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ, ആ ഒരു കോംബോ ഒക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. കാരണം ഇത് ചിലപ്പോൾ ഇവരുടെ കൊടുക്കുന്നൊരു ഫേസ് റിയാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഗോകുൽ സുരേഷ് കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് പുള്ളി പിടിച്ചിരിക്കുന്നത്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പം ഓവറോൾ എന്നെ ഒരു സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചൊരു സിനിമ തന്നെയാണ്.